ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഴം വചന വിചിന്തനത്തിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. മാനവകുലത്തിൻ്റെ രക്ഷാകര ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പതനവും ദൈവത്തിൻ്റെ കരുതലുകളും മനുഷ്യൻ്റെ തിരിഞ്ഞു നടപ്പുകളും ഒടുവിൽ ദൈവീക കൃപയുടെ അന്തിമ വിജയവും ഒരുമിച്ച് ചേരുന്നതാണ്. വീഴ്ചകളിൽ തകരാതെ, തിരിഞ്ഞു നടപ്പുകളിൽ തളരാതെ മനുഷ്യനെ തോളിലേറ്റുന്ന ദൈവിക കൃപയുടെ ചരിത്രമാണിത്. കൈത്താക്കാലം 5-ാമത്തെ ഞായറാഴ്ചയായി ഇന്ന് മരുഭൂമിയിൽ ദൈവം വെളിപ്പെടുത്തിയ നിയമങ്ങളിൽ തുടങ്ങി അഹങ്കാരം മൂലം മനുഷ്യന് സംഭവിക്കുന്ന ആത്മീയ തകർച്ചകളെ തൊട്ടറിഞ്ഞ് ഒടുവിൽ ഈശോ നൽകുന്ന നിത്യാശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്ന 4 തിരുവചന ഭാഗങ്ങളാണ് നാം ശ്രവിക്കുന്നത്. ഇന്നത്തെ 1-ാമത്തെ വായനയായ ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളിൽ യഹൂദ പാരമ്പര്യത്തിൽ പ്രായശ്ചിത്ത ദിനമായ യോം കിപ്പൂറിനെ കുറിച്ചുള്ള പരാമർശമാണ്. തിന്മയ്ക്കെതിരെ ദൈവം തീർത്ത സുരക്ഷിതത്വത്തിൻ്റെ കോട്ടയും തിന്മയുടെ കടന്നുകയറ്റത്തിനെതിരെ ദൈവം കെട്ടിയ ആത്മീയ കാവൽപ്പുരയുമാണ് യഹൂദ ജനത്തിന് യോം കിപ്പൂർ. യോം കിപ്പൂർ വെറുമൊരു അനുഷ്ഠാനമല്ല, മറിച്ച് ദൈവജനത്തിൻ്റെ പരിശുദ്ധി സംരക്ഷിക്കാൻ അവിടുന്ന് ഒരുക്കിയ ദിവ്യമായ രക്ഷാ സംവിധാനമാണ്. മഹാപുരോഹിതനായ അഹറോൻ ജീവനുള്ള ആടിൻ്റെ തലയിൽ കൈവച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ ഏറ്റുപറയുകയും ആ ആടിനെ ജനവാസമില്ലാത്ത വിജനമായ മരുഭൂമിയിലേക്ക് ഓടിച്ചു വിടുകയും ചെയ്യുന്നു. തിന്മ പെരുകുന്ന ലോകത്തിൽ ദൈവജനത്തിൻ്റെ വിശുദ്ധിക്ക് കോട്ട കെട്ടാൻ ദൈവം നൽകിയ നിയമമാണിത്. പാപം ദൈവത്തിൻ്റെ പാളയത്തിൽ നിലനിൽക്കാൻ പാടില്ല. അത് തിന്മയുടെ താവളമായ മരുഭൂമിയിലേക്ക് നീക്കം ചെയ്യപ്പെടണം. പാപത്തെ പുറന്തള്ളിയ ശേഷം പുരോഹിതനും സഹായികളും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി ശരീരത്തിൽ വെള്ളമൊഴിച്ച് ശുദ്ധീകരണം നടത്തുന്നു. ദൈവിക സുരക്ഷിതത്വത്തിൻ്റെ വൃത്തത്തിൽ വസിക്കാൻ പരിശുദ്ധി അത്യാവശ്യമാണെന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് 1-ാമത്തെ വായനയുടെ രത്നച്ചുരുക്കം. ഇന്നത്തെ 2-ാമത്തെ വായന യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. മനുഷ്യൻ്റെ ബാഹ്യമായ പരിശ്രമങ്ങളും ബാബിലോണിൻ്റെ പതനവുമാണ് ഇവിടുത്തെ പ്രതിപാദന വിഷയം. ദൈവിക കോട്ടയ്ക്ക് പുറത്ത് അഹങ്കാരം കൊണ്ട് സുരക്ഷിതത്വം തീർക്കാൻ ശ്രമിച്ച മനുഷ്യൻ്റെ ദയനീയ പരാജയമാണ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. ദൈവം തീർത്ത ആത്മീയ വിശുദ്ധിയുടെ കോട്ട കാത്തുസൂക്ഷിക്കുന്നതിന് പകരം മനുഷ്യൻ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും ആശ്രയിച്ച് അഹങ്കാരത്തിൻ്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാബിലോൺ. അത്യുന്നതൻ്റെ സിംഹാസനത്തിന് മുകളിൽ സ്വന്തം സിംഹാസനം ഉയർത്താൻ ആഗ്രഹിച്ച ബാബിലോൺ രാജാവിൻ്റെ അഹങ്കാരം ഇവിടെ വെളിപ്പെടുകയാണ്. അഹങ്കാരത്തിനൊടുവിൽ തകർന്നു കിടക്കുന്നവനോട് പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്: ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ സിറ്റി ഓഫ് ഗോഡ് എന്ന ഗ്രന്ഥത്തിൽ കുറിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തെ ഉപേക്ഷിച്ച് സ്വയം ദൈവമാകാൻ ശ്രമിക്കുന്ന ലൗകിക സാമ്രാജ്യങ്ങളുടെ പതനം നിശ്ചിതമാണ്. ദൈവമില്ലാതെ മനുഷ്യൻ സ്വന്തം ശക്തി കൊണ്ട് ഉയർത്തിയ കോട്ടകളെല്ലാം പാതാളത്തിൻ്റെ ആഴങ്ങളിലേക്ക് തകർന്നു വീണു. ദൈവീക സുരക്ഷിതത്വം ഉപേക്ഷിച്ച് സ്വന്തം അഹങ്കാരത്തിൻ്റെ കോട്ട കെട്ടാൻ നോക്കിയ മനുഷ്യൻ്റെ പരിശ്രമത്തിൻ്റെ വലിയ പരാജയമാണ് ബാബിലോൺ. ഇതാണ് 2-ാമത്തെ വായനയുടെ രത്നച്ചുരുക്കം. ഇന്നത്തെ 3-ാമത്തെ വായന ദൈവീക വഴികളെ മറന്ന് ജീവിച്ചവരുടെ അനുഭവങ്ങൾ കണ്ടിട്ടും ചരിത്രത്തിൽ നിന്നും ഒന്നും പഠിക്കാതെ ആത്മീയ നാശത്തിൻ്റെ വഴിയെ ചരിക്കുന്ന മനുഷ്യൻ്റെ ചിത്രമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ബാബിലോണിൻ്റെയും ലൂസിഫറിൻ്റെയും പതനം കൺമുൻപിൽ കണ്ടിട്ടും ആ ചരിത്രപാഠങ്ങളിൽ നിന്ന് പഠിക്കാൻ ആധുനിക മനുഷ്യൻ തയ്യാറാകുന്നില്ലെന്ന് യൂദാശ്ലീഹ മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നിന്ദിക്കുകയും സ്വന്തം ജഡികാശകൾക്ക് അടിമപ്പെടുകയും ചെയ്തുകൊണ്ട് മനുഷ്യൻ തനിക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു. യൂദാശ്ലീഹ ഇങ്ങനെയുള്ളവരെ വിശേഷിപ്പിക്കുന്നത് മനോഹരമായ ചില സാഹിത്യ പ്രതീകങ്ങളിലൂടെയാണ്. ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്: ജലശൂന്യമായ മേഘങ്ങൾ, വഴിതെറ്റിയ നക്ഷത്രങ്ങൾ എന്നൊക്കെയാണ് ഇവരെ ശ്ലീഹ വിശേഷിപ്പിക്കുന്നത്. ബാഹ്യ ലോകത്തിൻ്റെ സ്വപ്നങ്ങളിൽ മുഴുകി കായേൻ്റെ മാർഗത്തിലൂടെ നടന്ന് ശരീരത്തെ അശുദ്ധമാക്കി അധികാരത്തെ തള്ളിപ്പറഞ്ഞ് മഹിമയണിഞ്ഞവരെ നിന്ദിച്ച് ജീവിക്കുന്ന ഇങ്ങനെയുള്ളവർക്കായി അന്ധകാരഗർത്തങ്ങൾ എന്നേക്കുമായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുമ്പോൾ എത്ര വലിയ അപകടത്തിലേക്കാണ് ഇങ്ങനെയുള്ളവർ നടന്നെടുക്കുന്നത് എന്ന് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ വലിയ അപകടത്തിൽ തുടരുന്ന മനുഷ്യൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ
ദൈവീക ശക്തിയുടെ മഹത്തായ ഇടപെടലാണ് ഇന്നത്തെ സുവിശേഷം. വലിയ അപകടാവസ്ഥയിൽ തുടരുന്ന മനുഷ്യൻ്റെ ശൈലികളിൽ തിരുത്തൽ നടത്തി നല്ലത് തിരഞ്ഞെടുക്കുവാനും ദൈവത്തോടുകൂടി ശേഖരിക്കാനും നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭം ഇങ്ങനെയാണ്. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാചു പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ഇവിടെ നിൽക്കുന്ന ഈ ഊമനായ മനുഷ്യൻ ദൈവം നൽകിയ പ്രായശ്ചിത്ത ദിനത്തിലെ സുരക്ഷിതത്വം ഉപേക്ഷിച്ച് ബാബിലോണിൻ്റെ അഹങ്കാരത്തിൽ അഭിരമിച്ച് അവിശുദ്ധിയുടെ മരുഭൂമിയിൽ അലഞ്ഞുതിരിയുന്ന ആധുനിക മാനവരാശിയുടെ പ്രതിനിധിയാണ്. പാപത്തിൻ്റെ ലോകവും ആധുനിക ചുറ്റുപാടുകളും അവനെ ദൈവത്തോടും സഹോദരങ്ങളോടും സംസാരിക്കാനാവാത്ത വിധം ആത്മീയമായി ഊമനാക്കി മാറ്റിയിരുന്നു. ഊമനായി തുടരുന്നത് പൈശാചികതയുടെ അടയാളമാണ്. തിന്മകൾക്കെതിരെയും കൊള്ളരുതായ്മകൾക്കെതിരെയും നാം പുലർത്തുന്ന നിശബ്ദത നമ്മുടെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥയാണ്. കുടുംബത്തിൽ സംസാരിക്കാത്തവരുടെ എണ്ണവും കൂടുകയാണ്. ധാർഷ്ട്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും മൗനം സ്നേഹബന്ധങ്ങളെ തച്ചുടയ്ക്കും. സ്വന്തം കരങ്ങളാൽ കോട്ട പണിയുന്ന മനുഷ്യൻ ഒടുവിൽ സ്വയം പണിത തടവറകളിൽ ഊമനായി പോകുന്നു. അതാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കായേൻ്റെ വഴിയിലൂടെ നടന്ന് തളർന്ന ആത്മാവിനെ മിശിഹ തൊട്ടപ്പോൾ തടസ്സങ്ങളുടെ ഇരുമ്പടികൾ തകർന്നു വീണു. മൗനത്തിൻ്റെ ഭിത്തികൾ ഉടഞ്ഞു വീണു. അവൻ സത്യത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഊമനായ മനുഷ്യൻ്റെ നാവ് തുറക്കപ്പെട്ടതും പിശാച് ഇറങ്ങിപ്പോയതും കേവലം ഒരു അത്ഭുത പ്രവൃത്തിയല്ല, മറിച്ച് ദൈവരാജ്യം അതിൻ്റെ എല്ലാ മഹിമയോടും കൂടെ ഈ ലോകത്തിൽ സന്നിഹിതമായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. സാത്താൻ്റെ സാമ്രാജ്യവും വിഭജനത്തിൻ്റെ മനഃശാസ്ത്രവും അപ്രസക്തമായിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം കൂടിയാണിത്. മനുഷ്യന് തിന്മയുടെ മേൽ വിജയം നേടാനുള്ള കൃപ ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ കൃപയെ നാം ഉപയോഗിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതങ്ങളെ സാത്താൻ്റെ അന്ധകാരത്തിന് വിട്ടുകൊടുക്കാതെ ദൈവരാജ്യമായ മിശിഹായിലേക്ക് ചേർത്ത് പിടിക്കുവാൻ നമുക്കാകുന്നുണ്ടോ? അതോ ദൈവം അപ്രസക്തമാക്കിയതിനെയൊക്കെ നാം ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുകയാണോ? അങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നവരുടെ മനോഭാവങ്ങളാണ് തുടർന്നുള്ള വചനങ്ങളിൽ നാം കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ പുറത്താക്കുന്നത്. ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ വലിയൊരു സ്വഭാവ സവിശേഷതയാണ്. തങ്ങളുടെ കൺമുൻപിൽ ഒരു മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുമ്പോഴും അതിനെ തടയാനും എതിർക്കാനും നോക്കുന്ന യഹൂദ മനസ്ഥിതിയുടെ അന്ധതയാണ് ഈ തിരുവചനത്തിൽ നാം കാണുന്നത്. ചരിത്രത്തിൽ നിന്നും ഒന്നും പഠിക്കാതെ ദൈവത്തിൻ്റെ നന്മയെപ്പോലും തിന്മയായി ചിത്രീകരിക്കുന്ന സങ്കുചിത ഹൃദയങ്ങൾ. നാം ജീവിക്കുന്ന ലോകത്തിലും തിന്മയുടെ ഈ കരങ്ങൾ എപ്പോഴും നമ്മുടെ വഴികളിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരോടുള്ള ഈശോയുടെ മറുപടി ലൂക്കാ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഞാൻ ദൈവകരം കൊണ്ടാണ് പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ വിവരിച്ച ബാബിലോണിൻ്റെ അഹങ്കാര സാമ്രാജ്യം എങ്ങനെയാണോ തകർന്നു വീണത്, അതുപോലെ വിഭജനത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ഏതു സാമ്രാജ്യവും വീഴുമെന്ന വലിയൊരു സത്യം മിശിഹ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വാർത്ഥത ദിക്കുന്ന വിഭജനങ്ങൾ ഏതു പ്രതാപത്തെയും ശൂന്യമാക്കും. സ്നേഹമില്ലാത്ത സകല ഭവനങ്ങളും തകർന്ന് തരിപ്പണമാകും. തിന്മയുടെ ആസ്ഥാനം അതിൻ്റെ തന്നെ വിഭജനത്താൽ വിനാശത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെയാണ് ദൈവത്തിൻ്റെ കരം നമുക്ക് തുണയാകുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ അവർക്കു വേണ്ടി മോശയിലൂടെ സീനായ് മലമുകളിൽ 10 കൽപ്പനകൾ എഴുതിയ അതേ ദൈവത്തിൻ്റെ വിരൽ, ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ അതേ ദൈവത്തിൻ്റെ പ്രബലമായ കരം ഇന്ന് മിശിഹായിലൂടെ നമ്മുടെ ആത്മാക്കളെ തൊടുകയാണ്. ഈശോ പിശാചിനെ പുറത്താക്കിയപ്പോൾ അത്ഭുതസ്തബ്ധരായ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് അപസ്വരങ്ങളും ഉയർന്നു. അവിടുത്തെ ദൈവിക ശക്തിയെ ബേൽസെബൂലായി ഉപമിക്കാൻ ചിലർ മുതിർന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കുന്ന കർത്താവിൻ്റെ കരമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നത്. തിന്മയുടെ ശക്തികൾ എത്ര തന്നെ ശക്തമെന്ന് തോന്നിച്ചാലും അവിടുത്തെ വിരലിൻ്റെ ഒരൊറ്റ സ്പർശനത്താൽ പൈശാചിക സാമ്രാജ്യം മുഴുവൻ നിഷ്പ്രഭമായി തകർന്നടിയും. സത്താൻ്റെ ആയുധങ്ങളെല്ലാം അവിടുത്തെ സാന്നിധ്യത്തിൽ വേരറ്റു വീഴുന്നു. അതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ജീവിത പരിസരങ്ങളിലും ദൈവിക കാര്യങ്ങൾക്കെതിരെ സ്വരമുയരുന്നുണ്ട്.
ഇവിടെ നമ്മുടെ മനോഭാവങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വലിയ പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് മറക്കാതിരിക്കാം. മനുഷ്യൻ തീർക്കുന്ന തടസ്സങ്ങളുടെ കരങ്ങളെ മാറ്റി നിർത്തി മിശിഹ നീട്ടുന്ന രക്ഷയുടെ പരിശുദ്ധ കരം നമുക്ക് പിടിക്കാം. ദൈവിക പദ്ധതിയുടെ പ്രയാണത്തെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല എന്ന സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാനാവണം. വിളവെടുപ്പിൻ്റെയും ആത്മീയ ഫലപ്രാപ്തിയുടെയും സമയമായ കൈത്താക്കാലം ദൈവം കെട്ടിയ സുരക്ഷിതത്വത്തിൻ്റെ വിശുദ്ധിയിൽ നിന്നും അകന്നു പോകാതെ ബാബിലോണിൻ്റെ അഹങ്കാരത്തെ വെടിഞ്ഞ് ആധുനിക ലോകത്തിലെ വഞ്ചനങ്ങളിൽ വീഴാതെ സൂക്ഷിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന കാലമാണ്. മിശിഹായുടെ വിരൽ സ്പർശനത്തിനായി ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുമ്പോൾ തിന്മയുടെ സകല അന്ധകാരങ്ങളും മാറി നമ്മുടെ ജീവിതങ്ങളിൽ ദൈവരാജ്യം പൂർണ്ണമായും സംസ്ഥാപിതമാകും. അതിനുള്ള പരിശ്രമങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനായിട്ട് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.